ഹായ് ഗേയ്സ്, നമസ്കാരം. ഞാൻ ഷിബു കലാർ. ഞാനിപ്പം കുറച്ച് മാങ്ങ, ഈ മാങ്ങയുടെ പേര് സിന്ദൂരം എന്നാണ്. ഇതുണ്ട്, സിന്ദൂരം പോലെ തന്നെ ഉണ്ടല്ലേ, സിന്ദൂര മാങ്ങ. ഇത് കുറച്ച് മാങ്ങ ഞങ്ങൾ പറിച്ച് അണ്ണാനൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടോ. അണ്ണാൻ കടിച്ച് എല്ലാം കളയുകയാണ്. അപ്പോൾ കുറച്ച് മാങ്ങ ഇങ്ങനെ പറിച്ചാലോ എന്ന് ഒരു പ്ലാന്. ഇപ്പോൾ നമ്മുടെ ഇതുണ്ടോ, നമുക്ക് കൈ എത്തി പറിക്കാവുന്ന രീതിയിൽ ഇതുണ്ട്, വളരെ ഈസി ആയിട്ടാണ് ഈ മാങ്ങ നിൽക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു മാങ്ങ, ഇതുണ്ടോ മാങ്ങ നിൽക്കുന്നത്, ഇവിടെ നിന്നൊരു മാങ്ങ ഞാനിപ്പോൾ പറിച്ചതാണ്. ഇത് അല്ലേ, സൂപ്പറല്ലേ, നല്ല മധുരമുള്ള മാങ്ങ, സിന്ദൂര മാങ്ങ. അപ്പോൾ ഇവിടെ മുഴുവനും പല തരത്തിലുള്ള മാങ്ങയാണ്. അത് വേറെ ജാതി മാങ്ങയാണ്, ഇത് വേറെ മാങ്ങയാണ്, ഈ നിൽക്കുന്ന മാവ് വേറെ മാങ്ങയാണ്. പക്ഷേ ഇതിൽ മാങ്ങ ഇല്ല, വളരെ കുറവാണ്. ഇതിനിടയ്ക്ക് ഉപ്പിലിടാനായിട്ട് ഇത് കണ്ടോ, കുറച്ച് ഇവിടെ അരിഞ്ഞൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചോ. ഇതിൽ വലിയ സൈസ് മാങ്ങയുണ്ട്. ഇതുണ്ടോ, ഇത്ര വലിപ്പം നോക്കിയോ മാങ്ങയ്ക്ക്. ഇത് ബാംഗ്ലൂർ മാങ്ങ, സേലം മാങ്ങ എന്നൊക്കെ പറയും. നിന്ന് നമുക്ക് പറിക്കാം, അതുപോലെ മാങ്ങയുണ്ട്. ഇതുണ്ടോ, ഇതാ ഒരു മാങ്ങ പഴുത്ത് നിൽക്കുന്നുണ്ടോ. ഹായ് ഗൈസ്, അതുപോലെ നിങ്ങളെ വേറൊരു കാര്യം ഞാൻ കാണിക്കാം. കറിവേപ്പ് നമ്മൾ ഏത് രീതിയിലാണ് വളർത്തേണ്ടത്. കറിവേപ്പ് നിൽക്കുന്നത് വളരെ താഴെയാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ വിട്ട് പുളിച്ച കഞ്ഞിവെള്ളം നമ്മളിതിന് ഒഴിക്കണം. പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചാൽ ഇതുപോലെ തഴച്ച് വളരും കറിവേപ്പ്. നല്ല ഇലയല്ലേ, ഇത് കണ്ടില്ലേ, സൂപ്പറായിരിക്കും. ഇതിന് വലിയ ഹൈറ്റും ഇല്ല, നമുക്കിങ്ങനെ താഴെ ഇതേപോലെ നിൽക്കും കറിവേപ്പ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഗയ്സ്, പെട്ടെന്നൊരു മഴ. ഇതുണ്ടോ, ഭയങ്കര മഴ, നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ കോഴിച്ചാരന്മാരല്ലാതെ നനഞ്ഞ് ആകാശത്തോട്ട് നോക്കി നിൽക്കുക. ബാക്കിയുള്ള കോഴിയൊക്കെ ഇതിന് അടിയിൽ കയറി കേട്ടോ. ഇതുണ്ടോ, എല്ലാം ഓടി കൂട്ടി കയറിയേ. നല്ല മഴയാണ്. ഇതുണ്ടോ, സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, അതങ്ങനെ അവിടെ നിൽക്കുക. നല്ല മഴയാണ്. ചെടികൾക്കൊക്കെ കുറേ കോഴിയൊക്കെ അതിന് അടിയിൽ കയറി നിൽക്കുക കേട്ടോ. സൂപ്പറല്ലേ മഴ, അടിപൊളി മഴയാണ്. മഴ അടിപൊളിയായിട്ട് പെയ്യാണ്. ഒരു ചക്കയൊക്കെ ഇടാമെന്ന് ഞാൻ ഓർത്ത് ഇരുന്നതാണ്. അപ്പോഴത്തേക്കാണ് മഴ പെയ്ത്. ഇനിയിപ്പോൾ ഇങ്ങനെ പിന്നെ വലിയ ഉയരമില്ലാത്ത പ്ലാവായതുകൊണ്ട് നമുക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈടെ വെച്ച തെങ്ങാണ്. ഈ തെങ്ങത്തേക്കൊക്കെ ഈ മഴ നല്ലതാണ്, നല്ലതായിട്ട് വരും. ഇതുണ്ടോ, മാങ്ങയൊക്കെ താഴെയായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, നല്ലൊരു മഴ പെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഇച്ചിരി കുറഞ്ഞിപ്പം മഴ, കൂടിക്കൊണ്ടിരിക്കുക. അടിപൊളി മഴയാണ്. മഴയത്ത് ഞാൻ കുറച്ച് വീഡിയോ, ഈ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴയത്ത് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് കരുതി. അടിപൊളി മഴയാണ്. വെള്ളപടി ഇങ്ങനെ അടിച്ച് തല്ലി വീണുകൊണ്ടിരിക്കുക. നല്ലൊരു മഴയാണ്, സൂപ്പർ മഴ. സൂപ്പർ മഴ. അങ്ങനെ മഴ പെയ്ത് തോർന്നപ്പം ചെടികളുടെയൊക്കെ ഒരു സന്തോഷം കണ്ടു. നല്ല രസമല്ലേ. മഴയുണ്ട്, പക്ഷേ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുക. നല്ല ഇതുണ്ടോ, ഇതൊരു ഓലോലിയാണ്, അത് നല്ല ഇതായിട്ട് നിൽക്കും. മഞ്ഞളൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നതാണ്. ഇത് മൊത്തം പച്ചമുളകാണ് കേട്ടോ, പച്ചമുളക് നട്ടൊക്കെ. പക്ഷേ ഇത് ചേന, ഇത് നമ്മുടെ ഇതാണ്, എന്താ പറയുന്നത്, സ്റ്റാർ ഫ്രൂട്ട്സാണ്. അപ്പോൾ ചേന ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് രസമാണ് അല്ലേ. കണ്ടോ, മൾബറിയൊക്കെ നല്ല മഴയത്ത് നല്ല
സൂപ്പറായിട്ട് നിൽക്കുക. ഇതെല്ലാം പച്ചമുളകും ചേനയും ഒക്കെയാണ്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ഇതുണ്ട്, ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും ഇതിനൊക്കെ ഒരു പ്രത്യേക പച്ചപ്പ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതുണ്ട്, നല്ല രസമല്ലേ ഇപ്പോൾ, സൂപ്പറല്ലേ.